ഇന്നത്തെ പകലുണ്ടായ മറ്റൊരു സംഭവത്തിലേക്ക് പ്രേക്ഷകരുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി വീണ്ടും ലിഫ്റ്റിൽ കുടുങ്ങി. അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർ ഉൾപ്പെടെയാണ് ഈ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയത്. ചികിത്സയ്ക്കെത്തിയ രോഗി ലിഫ്റ്റിൽ 42 മണിക്കൂർ, അതായത് രവീന്ദ്രൻ നായർ എന്ന മനുഷ്യൻ 42 മണിക്കൂർ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയ സംഭവം റിപ്പോർട്ട് ചെയ്തതിൻ്റെ പിന്നാലെ അതേ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. 42 മണിക്കൂർ രോഗി ജീവനും കയ്യിൽ പിടിച്ച് ലിഫ്റ്റിൽ കഴിഞ്ഞതിൻ്റെ ഞെട്ടൽ വിട്ടുമാറുന്നതിന് മുന്നെയാണ് അടുത്ത സംഭവം. അതും ആരോഗ്യമന്ത്രി ഉൾപ്പെടെയുള്ള VIP-കൾ ആശുപത്രി സന്ദർശിച്ച ദിവസം തന്നെ. ഇന്ന് ഉച്ചയോടെയാണ് മെഡിക്കൽ കോളേജ് അത്യാഹിത വിഭാഗത്തിലെ 7-ാം നമ്പർ ലിഫ്റ്റിൽ വനിതാ ഡോക്ടറും രോഗിയും കൂട്ടിരിപ്പുകാരനും കുടുങ്ങിയത്. 20 മിനിറ്റോളം ലിഫ്റ്റിൽ കുടുങ്ങിയ മൂവരെയും ടെക്നീഷ്യന്മാരും പോലീസും എത്തിയാണ് പുറത്തെത്തിച്ചത്. വീഴ്ച ആവർത്തിച്ചതോടെ ആശുപത്രിക്കെതിരെ വിമർശനമുയർന്നു. ഈ ആശുപത്രി കഴിഞ്ഞ എത്രയോ വർഷക്കാലമായി ഒരു കുത്തഴിഞ്ഞ നിലയിലാണ് പ്രവർത്തനം നടത്തുന്നത്. കാര്യം, ഒരു സൂപ്രണ്ടുണ്ട്, ഡെപ്യൂട്ടി സൂപ്രണ്ടുമാരില്ല, കാഷ്വാലിറ്റി ഡെപ്യൂട്ടി ഇല്ല, ജനറൽ ഡെപ്യൂട്ടി സൂപ്രണ്ടില്ല, RMO ഇല്ല, വർഷങ്ങളായി ഒഴിഞ്ഞു കിടക്കുകയാണ്. അതിന് പ്രധാനമായും ഞാൻ മനസ്സിലാക്കിയത് ഡോക്ടർമാർ ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. ഈ കുത്തഴിഞ്ഞ ഒരു സംവിധാനത്തിൻ്റെ കൂടെ ഭാഗമായി ചുമതല ഏറ്റുകഴിഞ്ഞാൽ അവരും കൂടി വഷളാവും എന്നുള്ളതാണ് ഇതിൽ നിന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. ഈ ഗ്രൗണ്ട് ഫ്ലോറിൻ്റെയും ഫസ്റ്റ് ഫ്ലോറിൻ്റെയും ഇടയിൽ വെച്ച് ഈ ലിഫ്റ്റ് കുടുങ്ങിപ്പോയി. ഒരു കാഷ്വാലിറ്റിയിലെ ഒരു ഡോക്ടറും ലേഡി ഡോക്ടറും 2 പേര്, ഒരു പ്രായ ആളും ഒരു രോഗി അതിനകത്ത് കുടുങ്ങിയത് അരമണിക്കൂറോളം കുടുങ്ങിയവർ. അവിടെ കണ്ടു നിന്നവരും ഇവിടെ ഉള്ള ആൾക്കാരും ബഹളമുണ്ടാക്കിയതിൻ്റെ പുറത്ത് ലിഫ്റ്റ് ഓപ്പറേറ്ററും കൂടെ അത് ശ്രമിച്ചെങ്കിലും പക്ഷേ നടന്നില്ല. അതിനിടെ മരണത്തെ മുന്നിൽ കണ്ടാണ് ലിഫ്റ്റിൽ 42 മണിക്കൂർ കഴിഞ്ഞതെന്ന് ശനിയാഴ്ച ലിഫ്റ്റിൽ അകപ്പെട്ട രവീന്ദ്രൻ നായർ 24-നോട് പറഞ്ഞു. രക്ഷപ്പെടില്ലെന്ന് തോന്നിയപ്പോൾ മരണക്കുറിപ്പ് എഴുതി. ലിഫ്റ്റിലെ അലാം സ്വിച്ച് പലവട്ടം അമർത്തിയെങ്കിലും ആരും എത്തിയില്ല. ചെറിയൊരു വെട്ടം കണ്ടപ്പോൾ ഞാൻ അവിടെ ഓടിപ്പോയി. ഓടി ചെന്നപ്പോഴാണ് ഞാൻ അങ്ങോട്ട് തള്ളയാണ് എനിക്കെന്തെങ്കിലും ഇത് കിട്ടില്ല. അപ്പോൾ അവിടെ നിന്ന് ഒരാൾ ഇങ്ങോട്ട് തള്ളി. അപ്പം ഞാൻ രണ്ടും കൊണ്ട് തള്ളി. പിന്നെ പറഞ്ഞ് പുറത്തേടെന്ന് പറഞ്ഞു. ഞാൻ ആളുണ്ടേന്ന് വിളിക്കുകയാണ്. പുറത്തേട് ഞാൻ എടുത്തുണ്ടോയെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തലക്ക് വെച്ചേക്കല്ലേ ബാഗ്. ഞാൻ അവിടെ നിന്ന് നേരെ അവിടെ ബാഗിൽ നിന്ന് ബാഗും എടുത്തുകൊണ്ട് ഓടി വന്ന് ചാടാൻ പറഞ്ഞു. ഇങ്ങനെ പിടിച്ചു വെച്ചിരിക്കുകയാണ്. ചാടി പുള്ളി വിട്ട് ഡോറും കടന്നു. ആരോഗ്യമന്ത്രി വീണ ജോർജ് മെഡിക്കൽ കോളേജിലെത്തി രവീന്ദ്രൻ നായരെ കണ്ടു. സംഭവത്തിൽ കേസെടുത്ത മനുഷ്യാവകാശ കമ്മീഷൻ മെഡിക്കൽ കോളേജ് സൂപ്രണ്ടിനോട് റിപ്പോർട്ട് തേടി. അടിക്കടി ഉണ്ടാകുന്ന അനാസ്ഥയെക്കുറിച്ചും വീഴ്ചയെക്കുറിച്ചും പറഞ്ഞ വാക്കുകൾക്ക് പോലും ഉളുപ്പില്ലാതായി. എന്നാലും നമ്മുടെ മെഡിക്കൽ കോളേജ് സംവിധാനങ്ങൾക്ക് ഒരു മാറ്റവുമില്ല. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ശിവകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ. അധികം മണിക്കൂറുകൾ ലിഫ്റ്റിൽ കുടുങ്ങിപ്പോയിട്ടും രവീന്ദ്രൻ നായർ മഹാമനസ്കനാണ്. അദ്ദേഹം ഇന്ന് ഞങ്ങളുടെ പ്രതിനിധിയുമായി നടത്തിയ അഭിമുഖത്തിൽ പറഞ്ഞൊരു കാര്യം, സ്വകാര്യ ആശുപത്രികളിൽ ചികിത്സ കഴിഞ്ഞാൽ അവിടെ പരിചരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ പിന്നീട് തള്ളുന്നത് എങ്ങോട്ടാണ്? മെഡിക്കൽ കോളേജിലേക്കാണ്. അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ കോളേജിൻ്റെ അന്തസ്സ് കെടുത്താനൊന്നും അദ്ദേഹം ഇല്ല എന്നാണ് പറയുന്നത്. ആയിരക്കണക്കിന് രോഗികളുടെ ശരണ കേന്ദ്രമാണ് തിരുവനന്തപുരത്തെ മെഡിക്കൽ കോളേജ്. അതുകൊണ്ട് തന്നെ ഈ മെഡിക്കൽ കോളേജിൽ നാഥനില കളരിയാകാൻ പാടില്ല. ആളുകൾക്ക് അവസാന ആശാകേന്ദ്രം, അത്താണി ഒക്കെയാണ് ഈ മെഡിക്കൽ കോളേജ്, അതും പട്ടിണി പാവങ്ങളുടെ. അതുകൊണ്ട് തന്നെ സർക്കാരിൻ്റെ ആദ്യ പ്രയോറിറ്റിയിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് വരണം എന്നാണ് 24-ൻ്റെ നിശ്ചിതമായ അഭിപ്രായം.